ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള, 6 ചെറിയ ഉള്ളി, അതേപോലെ 4 വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ചതച്ചിടണം, ബാക്കിയൊക്കെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺസ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 8 മണി ഉലുവിട്ട് കൊടുക്കുക. നോർമലി നമ്മൾ ഇടാറില്ല, പക്ഷേ ഇത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, സവോള, ചെറിയുള്ളി, അതേപോലെ വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചതച്ച മുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ചതച്ച മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക. എത്ര ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അവസാനമായിട്ട് ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.